ഹായ്. ജർമ്മനി ഹൗസ് ബിൽഡിംഗ് അല്ലെങ്കിൽ FSA വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഡോക്യുമെന്റേഷൻസ്, അതുപോലെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ചെക്ക് ലിസ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. പ്രധാനമായും രണ്ട് സെറ്റ് ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത് അപ്ലൈ ചെയ്യാനായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് ആപ്ലിക്കേഷൻ ഫോം. ജർമ്മനി ആപ്ലിക്കേഷൻ ഫോം, വിഡെക്സ് ഫോം നമുക്ക് ഈ ഒരു സൈറ്റിൽ കയറിയാൽ ലഭ്യമാണ്. videx.diplo.de ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. രണ്ടാമതായി ഡിക്ലറേഷൻ ഫോംസ് ആണ്. 3 പ്രധാന ഡിക്ലറേഷൻ ഫോംസ് ആണ് വരുന്നത്. ഒന്ന് സിഗ്നേച്ചർ ഫോം. ഈ ഒരു ഫോമില് നമ്മളുടെ പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. രണ്ടാമത്തെ ഫോമിലോട്ട് വരുമ്പോൾ ഡിക്ലറേഷൻ ഓൺ ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് ഫോം ആണിത്. ആപ്ലിക്കന്റിന്റെ പേര് ആസ് പെർ പാസ്പോർട്ട്, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. സാധാരണ കേരളത്തിൽ നിന്ന് ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്ലേസ് കൂടെ കേരള എന്നും കൂടെ പാസ്പോർട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പോർഷനിൽ പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, ഇഷ്യൂ ചെയ്ത പ്ലേസ്, എക്സ്പയറി ഡേറ്റ് ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. നാലാമത്തെ പോർഷനിൽ വരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ്, ഫൈനലായിട്ട് വരുന്നത് പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ. ഇതാണ് രണ്ടാമത്തെ ഫോം. മൂന്നാമത്തെ ഫോം വരുന്നത് ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ ഇപ്പോൾ അവൈലബിൾ അല്ല എന്നുള്ള ഒരു ഫോമാണ് വരുന്നത്. പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ ഈ ഒരു ഫോമിൽ വരുന്നത്. ഇത് VFS നിന്ന് ലഭ്യമാണ് നമുക്ക്. അടുത്തത് മൂന്നാമതായി വരുന്നത് പേഴ്സണൽ കവറിംഗ് ലെറ്റർ ആണ്. നാലാമത് വരുന്നത് മോട്ടിവേഷൻ ലെറ്റർ ആണ്. പേഴ്സണൽ കവറിംഗ് ലെറ്ററും മോട്ടിവേഷൻ ലെറ്ററും അറ്റാച്ച് ചെയ്യുമ്പോൾ ജർമ്മൻ വേർഷനും കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അഞ്ചാമത് വരുന്നത് പാസ്പോർട്ട് കോപ്പിയാണ്. ആറാമത് വരുന്നത് എംപ്ലോയ്മെന്റ് അനക്സ്റ്റർ ആണ്. എംപ്ലോയർ ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള ഫോമാണിത്. ഈ ഒരു ഫോമിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം നമുക്ക്. ആദ്യത്തെ പോർഷനിൽ എംപ്ലോയറുടെ പേര്, എംപ്ലോയറുടെ അഡ്രസ്, സ്ട്രീറ്റിന്റെ നമ്പർ, അതിന്റെ സിപ്പ് കോഡ്, സിറ്റി കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. അതിനുശേഷമുള്ള പോർഷനിൽ കോൺടാക്ട് പേഴ്സന്റെ പേര്, ടെലിഫോൺ നമ്പർ ഇതെല്ലാം നമ്മളുടെ കോൺട്രാക്റ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ആക്ച്വൽ പ്ലേസ് ഓഫ് വർക്ക് ഇൻ ജർമ്മനി. അതിനുശേഷം വരുന്നത് കോൺട്രാക്ട്, ന്യൂ കോൺട്രാക്ട് ആണ് വരുന്നത്. ഡ്യൂറേഷൻ ഓഫ് വർക്ക് കോൺട്രാക്ട് എന്നുള്ളത് ഹൗസ് ബിൽഡിങ്ങിന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ 3 ഇയറും, FSAക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ 1 ഇയറുമാണ് വരുന്നത്. അതിന്റെ ഡേറ്റ് നമ്മുടെ കോൺട്രാക്റ്റിൽ ഉണ്ടാവും. സോ കോൺട്രാക്റ്റിലുള്ള സെയിം ഡേറ്റ് തന്നെ മെൻഷൻ ചെയ്യുക. ജോബ് ഡെസിഗ്നേഷൻ ഹൗസ് ബിൽഡിംഗ് ആണെങ്കിൽ ഹൗസ് ബിൽഡിംഗ് കൊടുക്കുക, FSD ആണെങ്കിൽ FSD കൊടുക്കുക. അതിനുശേഷം വരുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. +2 ആണെങ്കിൽ +2 കൊടുക്കുക, ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി കൊടുക്കുക. അതിനുശേഷം വരുന്ന പോർഷനിൽ നമ്മളുടെ മന്ത്ലി സ്റ്റൈഫൻഡ് ആണ്, നമ്മുടെ കോൺട്രാക്റ്റിൽ അത് ലഭ്യമാണ്. ആ ഒരു സ്റ്റൈഫൻഡ് കൊടുക്കുക. അതിനുശേഷം ഇയർലി വരുന്നത് ×12, അന്നേരം ആ ഒരു എമൗണ്ട് കിട്ടുന്നത് ഇവിടെ അറ്റാച്ച് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് വരുന്ന പോർഷനിൽ ഫാമിലിനെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് കൊടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്. അതിന് നോ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ആണ് എംപ്ലോയ്മെന്റ് അനക്സ്റ്ററിൽ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് വർക്ക് കോൺട്രാക്ട് ആണ്. കോൺട്രാക്ട് അറ്റാച്ച് ചെയ്യുക. എട്ടാമത് വരുന്നത് പ്രീ അപ്രൂവൽ ലെറ്റർ ആണ്, ജാവ് ലെറ്റർ ആണ്. ഇത് നമുക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം അറ്റാച്ച് ചെയ്താൽ മതിയായും. ഒമ്പതാമത് വരുന്നത് ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ആണ്. പത്താമത് വരുന്നത് എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ് ആണ്. +2ന്റെ സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. 11ാമത് വരുന്നത് ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. 12ാമത് വരുന്നത് യൂറോപ്പ CV ആണ് വരുന്നത്. യൂറോപ്പ CV നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിംഗിൾ പേജ് ആയിരിക്കണം. നമ്മുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. സ്ട്രീം, നിങ്ങൾ +2ൽ ഏത് സ്ട്രീമാണ് പഠിച്ചതെന്നുള്ളത് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ മാർക്ക് പെർസെൻറ്റേജ്, ഫോട്ടോ അറ്റാച്ച് ചെയ്യണം. ലാസ്റ്റ് വരുമ്പോൾ
പ്ലേസ്, ഡേറ്റ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ യൂറോപ്പ സിവിയിൽ ഉണ്ടെന്നുള്ള ഉറപ്പാക്കുക. 13ാമത് വരുന്നത് അഡീഷണൽ ഡോക്യുമെന്റ്സ് ആണ്. നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ കോൺട്രാക്ടിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അവൈലബിൾ ആണ്, മെയിലോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാവുന്ന അഡീഷണൽ ഡോക്യുമെന്റ്സിൽ. എന്തൊക്കെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട്, 3 ഫോട്ടോഗ്രാഫ്സ്, അത് ഷെങ്കൻ സ്പെസിഫിക് ആണ് വേണ്ടത്. 80% ഫേസ് കവറേജ് ഉള്ള ഷെങ്കൻ സ്പെസിഫിക് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ്. ഹയസ്റ്റ് ഡിഗ്രി, നിങ്ങൾ +2 ആണ് ഹയസ്റ്റ് ഡിഗ്രി, +2 കൊടുക്കുക. ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. ഇത്രയും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ജർമ്മനി ഹൗസ് ബിൽഡിംഗ് അല്ലെങ്കിൽ FSA വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക, കൂടെ നിൽക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ജർമ്മനി ഹൗസ് ബിൽഡിംഗ് അല്ലെങ്കിൽ FSA ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ.